8 ആഴ്ചയോളമായി തുടരുന്ന ഇസ്രായേൽ ഉപരോധം കാരണം ജീവൻ നിലനിർത്താൻ പല വഴികൾ തേടുകയാണ് ഗസ നിവാസികൾ. മാനുഷിക സംഘടനകൾ നടത്തുന്ന കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ നിന്നാണ് ആളുകൾക്ക് ഭക്ഷണം എത്തുന്നത്. പ്രാദേശിക വിപണികളിൽ വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ പണമില്ല. പണം ലഭിക്കാൻ വരുമാന സ്രോതസ്സുകളുമില്ല. കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ നിന്ന് എത്തിക്കുന്ന ഭക്ഷണമാണ് ആകെയുള്ള ആശ്രയം. ഇസ്രായേൽ ഉപരോധം കടുപ്പിച്ചതോടെ കമ്മ്യൂണിറ്റി കിച്ചണുകൾ പലതും പ്രവർത്തനരഹിതമായി കഴിഞ്ഞു. ശേഷിക്കുന്ന ഏതാനും കിച്ചണുകൾ ദിവസങ്ങൾക്കുള്ളിൽ അടച്ചുപൂട്ടുമെന്നാണ് മുന്നറിയിപ്പ്. വരാനിരിക്കുന്ന ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. തെക്കൻ ഗസ മുനമ്പിലേക്ക് ഭക്ഷണം എത്തിക്കാൻ പല വഴികൾ തേടുന്നുണ്ട് സന്നദ്ധ സംഘടനകൾ. കഴുതപ്പുറത്തും ഉന്തുവണ്ടിയിലുമാണ് ഭക്ഷണം എത്തിക്കുന്നത്. സഹായവുമായി അതിർത്തിയിൽ 3000-ലേറെ ട്രക്കുകൾ ഇപ്പോഴും കാത്തുകിടക്കുകയാണ്. ഇതിനിടെ ഗസയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ച കപ്പലിന് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. ഫ്രീഡം ഫ്ലോട്ടില കോയലിഷൻ എന്ന ഗ്രൂപ്പിൻ്റേതായിരുന്നു ദൗത്യം. 30 ഫലസ്തീൻ അനുകൂല പ്രവർത്തകരുമായി പുറപ്പെട്ട കപ്പൽ ഗസയിലേക്കുള്ള യാത്രാമധ്യേയാണ് ആക്രമിക്കപ്പെട്ടത്. ഉപരോധിക്കപ്പെട്ട എൻക്ലേവിലേക്ക് സഹായം എത്തിക്കാൻ ഗ്രൂപ്പ് നിരന്തരം ശ്രമം നടത്തി വരികയായിരുന്നു. ഇതിനിടെയായിരുന്നു ഡ്രോൺ ആക്രമണം. കപ്പലിൻ്റെ മുൻവശത്ത് 2 തവണയാണ് ആക്രമണമുണ്ടായത്. കപ്പലിന് തീപിടിക്കുകയും ഉൾഭാഗത്ത് വലിയ വിള്ളലുണ്ടാവുകയും ചെയ്തു. ആളപായമുണ്ടായില്ല എന്നതാണ് ഏറെ ആശ്വാസം. ആക്രമണത്തിന് പിന്നിൽ ആരെന്ന കാര്യം വ്യക്തമല്ല. മുമ്പ് തങ്ങളുടെ കപ്പലുകളെ ആക്രമിച്ചിട്ടുള്ള ഇസ്രായേലാണ് ഉത്തരവാദിയെന്ന് ഫ്രീഡം ഫ്ലോട്ടില സംഘാടകർ വിശ്വസിക്കുന്നു. ഇസ്രായേലിനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും ഇസ്രായേൽ അംബാസഡർമാരെ വിളിച്ചു വരുത്തണമെന്നും സിവിലിയൻ കപ്പലിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഉപരോധവും ബോംബാക്രമണവും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് മറുപടി നൽകണമെന്നും FFC ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തുർക്കി, അസർബൈജാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 30 പ്രവർത്തകരാണ് കപ്പലിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ആദ്യത്തെ ആക്രമണത്തിൽ കപ്പലിൽ വലിയൊരു ദ്വാരം വീഴുകയും എഞ്ചിൻ കത്തി നശിക്കുകയും ചെയ്തു. കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാനും സഹായ വസ്തുക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പ്രവർത്തകർ. സദേൺ സൈപ്രസിൽ നിന്നുള്ള ഒരു കപ്പലെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കിയതായും കപ്പൽ അധികൃതർ നിരീക്ഷിച്ചു വരികയാണെന്നും മാൾട്ടീസ് സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു. രാത്രി മുഴുവൻ കപ്പലിലെ മുറികളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രവർത്തകർ. തീപിടുത്തത്തിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിനാൽ ഇവരുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതായും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള സമാധാന പ്രവർത്തകർ രൂപീകരിച്ച ഒരു ഗ്രൂപ്പാണ് FFC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫ്രീഡം ഫ്ലോട്ടില കോയലിഷൻ. കാലാവസ്ഥാ പ്രവർത്തകയായ ഗ്രറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ള ആളുകളുമായി ഗസയിലേക്ക് കപ്പൽ യാത്ര ചെയ്യാൻ FFC പദ്ധതിയിട്ടിരുന്നു. ഇറ്റലിക്കടുത്തുള്ള മാൾട്ട തീരത്തെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. കപ്പൽ ഇപ്പോഴും ആക്രമണം നടന്ന സ്ഥലത്ത് തന്നെയാണുള്ളത്. വെള്ളം അകത്തേക്ക് ഇരച്ചു കയറാൻ സാധ്യതയുള്ളതിനാൽ കപ്പൽ സുരക്ഷിതമായി നീക്കാൻ വഴികൾ തേടുകയാണ് അധികൃതർ. ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തങ്ങൾ പിന്മാറില്ലെന്നും ഈ ആക്രമണങ്ങൾ തങ്ങളെ നിശബ്ദരാക്കില്ലെന്നും ഫ്രീഡം ഫ്ലോട്ടില കോയലിഷൻ സംഘാടകനായ തിയാഗോ അവില പ്രതികരിച്ചു. ഡ്രോൺ ആക്രമണങ്ങൾ FFCയുടെ ദൗത്യം അട്ടിമറിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്നും പ്രവർത്തകർ പറയുന്നു. ഇത്തരത്തിലുള്ള അട്ടിമറി ഒഴിവാക്കാൻ കർശനമായ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതായും സംഘാടകർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതാദ്യമായല്ല ഫ്ലോട്ടില കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടാവുന്നത്. 2010-ൽ ഗസയിലേക്ക് പുറപ്പെട്ട ഒരു കപ്പലിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിനിടെ 9 ആക്ടിവിസ്റ്റുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ ഇസ്രായേലിൻ്റെ ഉന്മൂലന പ്രചാരണം തടയുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടതിനാലാണ് ഗസയിലേക്ക് ജീവൻ രക്ഷാ സഹായം എത്തിക്കാനുള്ള യാത്ര അപകടത്തിലാക്കുന്നതെന്ന് ഫ്ലോട്ടില സംഘാടക ഹുവൈദ അറഫ് കുറ്റപ്പെടുത്തി. 2010-ലെ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് അതിജീവിച്ചയാൾ കൂടിയാണ് ഹുവൈദ. മാർച്ച് 2-നാണ് ഇസ്രായേൽ ഗസയിലേക്ക് ഭക്ഷണം, ഇന്ധനം, മരുന്നുകൾ എന്നിവയുൾപ്പെടെ എല്ലാ സാധനങ്ങളും പ്രവേശിക്കുന്നത് തടഞ്ഞത്. 2 ആഴ്ചയ്ക്ക് ശേഷം സൈനിക ആക്രമണവും പുനരാരംഭിച്ചു. ഉപരോധം പിൻവലിക്കാൻ ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. 2 മാസത്തിലേറെയായി ഒരു ട്രക്ക് പോലും ഗസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഭക്ഷ്യശേഖരം പൂർണ്ണമായും അവസാനിച്ചതോടെ ഗസയിൽ ലക്ഷങ്ങളാണ് പട്ടിണി മരണത്തിൻ്റെ വക്കിലുള്ളത്.